നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് തുറന്നെഴുതി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തന്റെ മുൻഗാമിയുടെ പ്രകടനവുമായി തന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്തെന്നാണ് ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഓഫീസിലെത്തി ഒരു പ്രധാനപ്പെട്ട വ്യക്തി നടത്തിയ പരാമർശം വേദനിപ്പിച്ചു, പക്ഷേ കറുപ്പ് മനോഹരമാണെന്നും ശാരദാ മുരളീധരൻ കുറിച്ചു. ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ് കേരളം ഏറ്റെടുത്തിട്ടുണ്ട്. സമസ്ത മേഖലകളിൽ നിന്നും ശാരദാ മുരളീധരന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നി. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഇട്ടിരുന്നത്. അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല, അങ്ങനെ അവരാ ധൈര്യം കാണിച്ചു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥയ്ക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ കേരളം വലിയ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതികമായ ചിന്തയാണ്. എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം, കറുപ്പിനെന്താ കുറവ്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയുടെ നിറവും കറുപ്പായിരുന്നു ഞാൻ പറഞ്ഞു. എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ്. കറുപ്പിനെന്താ കുഴപ്പം? അത് തിരിച്ച് ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി. അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ്. മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. ആലോചിക്കാൻ പോലും വയ്യാത്ത ഇതാണ്. പുരുഷ മേധാവിത്വ മൂല്യങ്ങൾ കട്ടകെട്ടി നിൽക്കുന്ന ആ ഒരു സ്ഥിതിയിൽ ഇനിയും നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ അതിലൊന്നും പതറിപ്പോകാതെ നമ്മുടെ ഉത്തരവാദിത്തം തന്റെ ഇടത്തോടെ നിർവഹിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് കരണീയമായ കാര്യം. നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് എക്കാലത്തും നിറഞ്ഞ പിന്തുണ ഞാൻ രേഖപ്പെടുത്തുകയാണ്. TG സജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജിത്ത്, നമ്പർ 1 കേരളം, നവോത്ഥാന കേരളം, പുരോഗമന കേരളം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന, അഭിമാനിക്കുന്ന നാട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് പോലും ജാതീയമായ നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിടുന്ന സംഭവം. അല്പസമയം മുമ്പ് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ നിറത്തിന്റെ ജാതിയുടെ പേരിൽ അധിക്ഷേപം നേരിട്ട 2 ജീവനക്കാരെ കുറിച്ചുള്ള വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി. ഈ ശാരദാ മുരളീധരൻ എഴുതിയ പോസ്റ്റിൽ ഇതെന്നാണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? ഇപ്പോൾ വലിയ രീതിയിലുള്ള പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും ചീഫ് സെക്രട്ടറി ഇങ്ങനെ തുറന്നെഴുതാൻ, ഈ ഒരു നിറത്തിന്റെ പേരിൽ വിവേചനം നേരിട്ട കാര്യത്തെക്കുറിച്ച് അവർ തുറന്ന് എഴുതാൻ കാട്ടിയ ധൈര്യത്തെയാണ് കേരളം ഒന്നാകെ ഇപ്പോൾ അഭിനന്ദിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇതിൽ വിശദീകരിച്ചത് സജിത്ത്? യെസ്, ടോം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ടാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇത്തരമൊരു ഫേസ്ബുക്ക് കുറിപ്പെടുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇതിൻ്റെ വിവാദ സൂചന ഉണ്ടായപ്പോൾ പിന്നീട് അവർ ആ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. പക്ഷേ പോസ്റ്റ് കണ്ട എല്ലാവരും അവരെ പ്രചോദിപ്പിച്ചു. ഇത്തരം നിലപാടുകൾ തുറന്നു പറയണമെന്ന് പറഞ്ഞു. ഇതോടുകൂടി വീണ്ടും അവർ റീപോസ്റ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: നിറത്തിൻ്റെ പേരിൽ താൻ തൊഴിലെടുത്ത് താരതമ്യം ചെയ്യപ്പെട്ടു എന്നതാണ് ചൂണ്ടിക്കാട്ടിയ കാര്യം. അതായത് തൻ്റെ മുൻഗാമിയും ഭർത്താവുമായ V. വേണുവിൻ്റെ പ്രവർത്തനങ്ങൾ വെളുത്ത നിറവും തൻ്റേത് കറുത്ത നിറവും എന്ന് തന്നോട് സംസാരിച്ചു. അത് സംസാരിച്ചത് ഒരു പ്രമുഖ വ്യക്തിയാണ്. ആ പ്രമുഖ വ്യക്തി ആരാ എന്നതിൽ അവർ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല ഇതുവരെയും. അതായത് ഈ വിവാദമുണ്ടായി അവരുടെ പോസ്റ്റിന് ശേഷം മാധ്യമങ്ങളോട് കാണുമ്പോഴൊന്നും അവർ അതാര് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ സംഭവം തന്നെ വലിയ രീതിയിൽ വേദനിപ്പിച്ചു. കറുപ്പ് എന്നത് സൗന്ദര്യമുള്ള ഒരു നിറമാണ്. ഒപ്പം കറുപ്പ് നിറമാണ് എന്നതിൻ്റെ പേരിൽ താൻ ചെറുപ്പകാലം മുതൽ തന്നെ അവഗണനകൾ നേരിട്ടു, വേദനകൾ അനുഭവിച്ചു എന്നതുകൂടിയാണ് ഈ സംഭവവുമായി കൂട്ടിവെച്ചുകൊണ്ട് അവർ പറഞ്ഞത്. പലവട്ടവും ആ ഗർഭപാത്രത്തിലേക്ക് ഒന്നുകൂടി പോയി തിരികെ വെളുത്ത നിറത്തിൽ തിരികെ വരണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പോലും അവർ വൈകാരിക രീതിയിൽ പങ്കുവച്ചിരുന്നു. ഇങ്ങനെ ഈ വിഷയങ്ങൾ അവർ പങ്കുവച്ചു എന്നതാണ് ഇന്നലെ ഉണ്ടായ ചിത്രം. പക്ഷേ ഇന്ന് കേരളം അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നതാണ് സാഹചര്യം. ടോം ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എല്ലാ തരത്തിലും ആ പരിഷ്കൃത രീതികളാണ് നമ്മുടേത് എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നതും. അങ്ങനെ ഒരു സമൂഹത്തിലാണ് ഇത്തരം ഒരു നിറത്തിൻ്റെ പേരിലുള്ള മാറ്റി നിർത്തൽ വേണ്ടി വന്നിരുന്നു, അവർ നേരിടേണ്ടി വന്നു എന്ന കാര്യം തുറന്നു പറയുന്നത്. മറ്റാരുമല്ല, സംസ്ഥാനത്തിൻ്റെ ബ്യൂറോക്രസിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ചീഫ് സെക്രട്ടറിയാണ് അത്തരമൊരു അവസ്ഥ. അതായത് അവർക്ക് മുമ്പുണ്ടായ അവസ്ഥ മാത്രമല്ല, ഇപ്പോൾ ഈ പദവിയിലിരിക്കുമ്പോഴും ഇത്തരത്തിലൊരു താരതമ്യം നേരിടേണ്ടി വന്നു എന്ന കാര്യം അവർ തുറന്നു പറയുന്നത്. സ്വാഭാവികമായും വലിയ പിന്തുണ
നൽകേണ്ട ഒരു കാര്യമാണ്. ആ മാതൃക കേരളം കാട്ടിയിട്ടുമുണ്ട്. കാരണം എല്ലാ തരത്തിലും രാഷ്ട്രീയമായ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന് മാത്രമല്ല, അവർ കാട്ടിയ ധൈര്യത്തെ അഭിനന്ദിച്ച് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇതിനകം തന്നെ മാധ്യമങ്ങളോട് അവർ പലവട്ടം പ്രതികരിച്ചു കഴിഞ്ഞു. നമുക്കും അവരുടെ പ്രതികരണം ഇപ്പോൾ തന്നെ ലഭ്യമാകും. എന്തായാലും അതിലൊക്കെ തനിക്കുണ്ടായ അനുഭവം അവർ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. തനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ തന്നെ ചില തെറ്റായ രീതിയിൽ കൂടിയ ഒരു വ്യാഖ്യാനം അതിന് കൈവരുന്നുണ്ട്. കാരണം അവരുടെ ഭർത്താവ് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു അവർ വെളുത്ത നിറമാണ്, ശാരദാ മുരളീധരൻ അവരുടെ ഭാര്യ കറുത്ത നിറമാണ്. അത്തരം താരതമ്യം പോലും നടത്തുന്ന തരത്തിലുള്ള വൈകൃതമായ ചില ചർച്ചകൾ പോലും സമൂഹ മാധ്യമങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ വലിയ രീതിയിൽ ചെറുക്കുകയാണ്. അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ ഉപമന്ത്രി പ്രൊഫസർ ആർ ബിന്ദുവിൻ്റെയും ഒക്കെ വാക്കുകൾ. അവരൊക്കെ പൂർണ്ണ പിന്തുണയാണ് ഇവർക്ക് നൽകുന്നത്. മന്ത്രി വി ശിവൻകുട്ടി ആകട്ടെ, ഇവരൊക്കെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു ചീഫ് സെക്രട്ടറിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട്. അങ്ങനെ സമൂഹം പുറന്തള്ളപ്പെട്ടിരുന്ന ഒരു നിറവ്യത്യാസത്തിൻ്റെ പേരിലുള്ള മാറ്റി നിർത്തലുകളെ സമൂഹം പുറന്തള്ളപ്പെട്ടിരുന്നതാണ് ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ മുന്നറിയിപ്പ് നമ്മുടെ പൊതുസമൂഹം നൽകിക്കഴിഞ്ഞു. അതിന് നേതൃത്വം നൽകിയതാവട്ടെ ശാരദാ മുരളീധരനുമാണ് എന്ന പ്രത്യേകതയാണ് ഈ ഘട്ടത്തിലുള്ളത്. തീർച്ചയായും സജിത്ത് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി എന്നതിനപ്പുറം അവർ വലിയൊരു പ്രതിഭയാണ്, പ്രത്യേകിച്ച് വലിയൊരു കലാകാരിയാണ്. അങ്ങനെ അവരുടെ കഴിവിൻ്റെ കാരണം ഇന്നും നമ്മുടെ നാട്ടിൽ ഈ ജാതീയമായ അധിക്ഷേപവും അതുപോലെ നിറത്തിൻ്റെ പേരുള്ള വിവേചനവും ഒക്കെ ഉണ്ട് എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ചീഫ് സെക്രട്ടറിയെ പോലുള്ള ഒരു ഉന്നതമായ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് പോലും ഇത് നേരിടേണ്ടി വരുന്നു. ഒരു മന്ത്രിയെ ഇതിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്ന സാഹചര്യം, മറ്റ് ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ആചാരങ്ങളുടെ ഒക്കെ പേരിൽ ജാതിയുമായ വിവേചനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിൽ നമ്മൾ ഇതുപോലുള്ള നിരവധി വാർത്തകൾ ഈ സമീപകാലത്ത് തന്നെ പുറത്തു വന്നതാണ്. ഇത് നിയമം കൊണ്ടൊന്നും മാറ്റി നിർത്താൻ അല്ലെങ്കിൽ നിയമം കൊണ്ടൊന്നും ഈ ഇത്തരത്തിലുള്ള ഈ അനാചാരങ്ങൾക്കൊരു മാറ്റം വരുത്താൻ കഴിയില്ല. നമ്മുടെയൊക്കെ മനോഭാവത്തിലാണ് ഈ ഒരു മാറ്റം വരേണ്ടത്. ഇതെങ്ങനെയാണ് പൊതുസമൂഹം ഈ വിഷയത്തിൽ, കാരണം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്, പൊതുസമൂഹം ഈ വിഷയത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് സജിത്ത്? പൊതുസമൂഹം വലിയ പിന്തുണയാണ് ടോം നൽകുന്നത്. അത് ശ്രദ്ധേയമായ ഒരു കാര്യം. ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ശാരദാ മുരളീധരൻ ഇത് തുറന്നു പറയുമ്പോൾ അവരുടെ അത്രയും പ്രശസ്തിയല്ലാത്ത, അത്രയും സ്ഥാനങ്ങളില്ലാത്ത, അധികാരമില്ലാത്ത വ്യക്തികളൊക്കെ തൊഴിലിടങ്ങളിലും പൊതുവിടങ്ങളിലും എത്ര കണ്ട് അപമാനിക്കപ്പെടുന്നുണ്ടാവാം, നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തലുകൾ നേരിടുന്നുണ്ടാവാം എന്ന ചോദ്യം കൂടിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ഒരു അവസരം കൂടിയായി ഈ ശാരദാ മുരളീധരൻ്റെ തുറന്നെഴുത്ത് മാറുന്നു എന്ന സാഹചര്യമാണ്. ഇതിനകം തന്നെ നമ്മൾ ഈ ലൈവിന് തൊട്ട് മുമ്പ് തന്നെ പരിശോധിക്കുമ്പോഴും നമുക്കൊക്കെ അറിയാവുന്ന പല സുഹൃത്തുക്കളും ബന്ധുക്കളും അവരൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പലരും തങ്ങളുടെ അനുഭവങ്ങൾ തുറന്നെഴുതുകയാണ്. കാരണം നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തലുകൾ ഉണ്ടായിരുന്നു, അപകർഷതാബോധം തങ്ങൾക്കുണ്ടായിരുന്നു, അല്പമെങ്കിലും നിറം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചിരുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഘട്ടങ്ങളൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നത് തൊഴിലിടങ്ങളിലെയോ മറ്റ് പൊതുവിടങ്ങളിലെയോ മാറ്റി നിർത്തലുകളും അവഗണനകളും കാരണമായിരുന്നു. എന്തായാലും അതൊക്കെ തുറന്നു പറയാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാക്കിയാണ് ശാരദാ മുരളീധരൻ്റെ തുറന്നെഴുത്ത് എന്നതുകൂടിയാണ് പ്രത്യേകത. അത് സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി തന്നെ അത്തരമൊരു നിലപാടെടുത്തത് തീർച്ചയായും ശ്ലാഘനീയമാണ്. അത് ആ തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിന് പിൻപറ്റിക്കൊണ്ട് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ അത് പ്രതീക്ഷ നൽകുന്നതാണ്. ആ തരത്തിലാണ് മുന്നോട്ട്. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. വലിയ രീതിയിലുള്ള പിന്തുണ ചീഫ് സെക്രട്ടറിക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുമുണ്ട്.